വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളെയും നമുക്ക് സമർപ്പിക്കാം. ഹൃദയങ്ങൾ കാണുന്ന ഈശോയുടെ മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. കർത്താവെ, അങ്ങ് ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴതലങ്ങളിലേക്ക് നോക്കാനുള്ള അങ്ങയുടെ വലിയ ഒരു കൃപയിലാണ് ഞങ്ങൾ ഈ സമയത്ത് ആശ്രയിക്കുക. സങ്കീർത്തനം 18-ാം അധ്യായം 29-ാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട്, കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എൻ്റെ കർത്താവിൻ്റെ സഹായത്താൽ ഞാൻ ഈ കോട്ട ചാടിക്കടക്കും. ജീവിതത്തിൻ്റെ മുൻപിലെ വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ മറുവശത്തേക്ക് എത്താൻ പറ്റാത്ത വിധത്തിൽ അടയ്ക്കപ്പെട്ട തലങ്ങളിൽ സങ്കീർത്തകൻ ആശ്രയിച്ചതെല്ലാം ദൈവത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിൻ്റെ പക്കലേക്ക് എല്ലാ ആശ്രയത്വം ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിക്കപ്പെട്ട ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലാണ് നമ്മളായിരിക്കുക. ലോകത്തിൻ്റെ ഒരുപാട് സ്വരങ്ങൾക്കും ഒരുപാട് വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും മുൻപിൽ കർത്താവെ, വിശ്വാസത്തോടെ ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണെന്ന് നമുക്ക് ഈശോയോട് പറയാം. അങ്ങയുടെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു ഈശോയെ.